എൻ്റെ ഒരു എക്സ് സഞ്ജു, അവൻ ഏതൊരു ഗേളായിട്ട് എന്തോ റീൽസ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പുള്ളിയുടെ കാര്യം, പുള്ളിയുടെ പേഴ്സണൽ ലൈഫ്, അവരെന്താണെന്ന് വെച്ചാൽ അവരായി അവരുടെ പാടായി. അതിൽ പിന്നെ എന്നെ കൊണ്ട് അതിൻ്റെ ഇടയിൽ എന്നെ കയറേണ്ട ആവശ്യമില്ല. അത് പാസ്റ്റാണ്. സഞ്ജു ടെക്കി റിലേറ്റഡ് ആയിട്ട് ഈ ബ്രേക്കപ്പ് ഇഷ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ഞാൻ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ട കാര്യം. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത്, അതായത് ആദ്യം സഞ്ജു പറയണതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു റിലേഷൻ അവർ മ്യൂച്വൽ ആയിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി, അവർ പിന്നെ ബ്രേക്കപ്പ് ആയി. അത് കഴിഞ്ഞ് കാര്യം ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ബ്രേക്കപ്പ്. കാര്യം രണ്ട് വഴിക്ക് പോവാം, നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ്. അപ്പോൾ ഈ സഞ്ജു ടെക്കിയുടെ ബ്രേക്കപ്പ് ആണെങ്കിൽ ഞാൻ ആ ഒരു സമയത്ത് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നീതു, അതായത് ഈ സഞ്ജു ടെക്കിയുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നീതു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി വന്നിട്ട് പുള്ളിക്കാരിയുടെ സൈഡ് പറഞ്ഞ്, അതേപോലെ സഞ്ജുവിനെ കുറച്ച് കുറ്റപ്പെടുത്തുന്ന പോലെയൊക്കെ സംസാരിച്ചപ്പോഴും ഞാൻ നീതുവിൻ്റെ സൈഡ് പറയാണ്ട് അപ്പോഴും ഞാൻ സഞ്ജു ടെക്കിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. കാര്യം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലിക്കേഷൻ ഇതിനകത്ത് പിന്നെ ഉണ്ടാവാത്ത രീതിക്കാണ് പുള്ളി സംസാരിച്ചതെന്ന് എനിക്ക് ആ സമയത്തൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ നീതുവിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പുള്ളിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്ന പോലെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സഞ്ജു ടെക്കിയുടെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും പുള്ളി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു റിലേഷൻ ഉണ്ടാവുമെങ്കിൽ ഞാനതൊരിക്കലും പബ്ലിക്കിനകത്ത് വന്ന് പറയില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായി. എന്നാൽ ആ പറഞ്ഞതിനൊരു പുല്ല് വില പോലും കൊടുക്കാണ്ടാണ് പുള്ളിക്കാരൻ്റെ ഈ ഒരു വാലന്റൈൻസ് ഡേ റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോനകത്ത് പുള്ളി അടുത്ത പ്രപ്പോസൽ, അതായത് പുള്ളിക്കാരൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് കൂടെ നിന്നേച്ചാൽ, അതായത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് തന്നെയായിരിക്കും, ഞങ്ങൾ തമ്മിൽ റിലേഷനിലൊന്നും ആവൂല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന നന്നൂസ് എന്ന് പറഞ്ഞാൽ ആ പുള്ളിക്കാരിയായിട്ട് പുള്ളിക്കാരൻ റിലേഷനിലാവണം, സഞ്ജു റിലേഷനിലാവണ രീതിക്ക് ഒരു വീഡിയോ ആണ് പുള്ളി ഇട്ടത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് അങ്ങോട്ട് ഞാൻ സഞ്ജുവിനെതിരായത് ആ ഒരു സമയത്ത്. അപ്പോൾ പിന്നെ ഞാൻ സഞ്ജുവിനെതിരായിട്ട് തന്നെയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടത്. അപ്പോൾ ഇപ്പം ഉണ്ടായിരിക്കണം, അതായത് ആ ഒരു സമയത്ത് ഈ ഒരു നന്നൂസും നമ്മുടെ സഞ്ജുവൊക്കെ ആയിട്ടുള്ള പ്രപ്പോസൽ ആ ഒരു വീഡിയോയൊക്കെ വന്നപ്പോഴത്തേക്കും അതിൻ്റെ അടിയിലാണെങ്കിൽ കുറേ പേര് കമൻറ്റ് ഇട്ടേച്ചതെന്ന് പറഞ്ഞാൽ ഈ നീതുവിനെ, അതായത് സഞ്ജുവിൻ്റെ പഴയ എക്സിനെ അതിനകത്തേക്ക് വെറുതെ വലിച്ചിട്ട്, കാര്യം അവർ ആ ഒരു പിക്ചറിനകത്തേ ഇല്ല. അപ്പം അങ്ങനെയുള്ള അവരെ വെറുതെ അതിനകത്തേക്ക് വലിച്ചിട്ട്, അതായത് അവളിപ്പോൾ ഇത് കണ്ട് കരയണമായിരിക്കും. അതേപോലെ ഇപ്പം നീതൂസിൻ്റെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് നീതുവിൻ്റെ ബ്രദറുമായിട്ട് നിൽക്കുന്ന വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ഇടുക, നിനക്ക് പുതിയ ആൾ സെറ്റായോ എന്നുള്ള രീതിക്കൊക്കെ കമൻറ്റ് ഇടുക. കാര്യം ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല, ഇത് തന്നെയാണ് ഇവരെ പണി. കാര്യം ഇവരിങ്ങനെ നോക്കിയിരിക്കണേ, ഇവർക്ക് പെണ്ണ് സെറ്റായോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കണേണ്. ആരെങ്കിലും സെറ്റായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ മുമ്പത്തെ എക്സുമായിട്ട് ഇതിനകം കണക്ട് ചെയ്യും. അതാണ് ഇവരുടെ പണി. കാര്യം ഇവർക്കൊന്നും ഈ മൂവ് ഓൺ ചെയ്യാന്ന് പറഞ്ഞ പരിപാടിയൊന്നും ഇവരുടെ നിഘണ്ടുവിനകത്തേ ഇല്ല. അപ്പം അങ്ങനെയുള്ള, അപ്പം ഞാൻ ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞായിരുന്നു, ഈ നീതൂസിന് എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചിടണേന്നുള്ള കുറച്ച് കമൻറ്റൊക്കെ എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പം നീതു വന്നിട്ട് ഇതിനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ട്, അതായത് പുള്ളിക്കാരിന് എനിക്ക് ഇങ്ങനെ ഒരുപാട് മെൻഷനും അതേപോലെ പുള്ളിക്കാരിന് ഈ ഒരു വിഷയത്തിനകത്തേക്ക് വലിച്ചിടുമ്പോഴത്തേക്കും പുള്ളിക്കാരിയുടെ ഒരു സൈഡ് പറഞ്ഞിട്ട് നീതു വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ എടുക്കുന്ന റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഐഫോൺ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനപ്പോൾ എൻ്റെ അനിയൻ്റെ കൂടെയാണ് ആ വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറേ പേര് അതിന് കമൻറ്റ് ഇട്ടേക്കുന്നു, അടുത്ത ആളെ കിട്ടിയ, വേറെ അടുത്ത ആളെ കണ്ടുപിടിച്ചല്ലോ, ഒന്ന് പോയപ്പോൾ തന്നെ അടുത്തത്. ഞാനൊന്ന് ഇപ്പോൾ കുറച്ച് എൻജോയ് ചെയ്ത് എൻ്റെ ലൈഫായിട്ട് എൻ്റെ സ്വന്തം കാര്യം നോക്കി ഞാൻ ഇപ്പം ഒന്ന് സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരാളെ തേടി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെൻ്റെ സ്വന്തം അനിയനാണ് കേട്ടോ. എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഞങ്ങൾ 3 മക്കളാണ്. എനിക്കൊരു ചേച്ചിയുണ്ട്, നീനു. ചേച്ചി ചെന്നൈയിലാണ്. പിന്നെ ഞാൻ, പിന്നെ അവൻ ബാംഗ്ലൂർ നഴ്സിംഗ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ നാട്ടിൽ വരത്തുള്ളൂ. അപ്പോഴത്തേക്കായിരിക്കും ഞങ്ങൾ വീഡിയോ ഇടുന്നതും ഫോട്ടോ ഇടുന്നതും. പിന്നെ അവൻ എന്തെങ്കിലും ഒക്കെ ഉണ്ട് നല്ല, അതുകൊണ്ടായിരിക്കും മേ ബി. പിന്നെ എന്താ കാര്യം ഒന്നും അറിയത്തില്ല. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഞാൻ നീതു തോമസ്, അവൻ്റെ പേര് നിതിൻ തോമസ്. അത്യാവശ്യം പേര് കണ്ടാൽ മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്താണെന്നറിയത്തില്ല, കുറേ എണ്ണം ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ കുരിപ്പിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ഇട്ട് നടക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ എന്തിൻ്റെ കാര്യമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇങ്ങനെയും കുറേ എണ്ണങ്ങളുണ്ട്. അതായത് അവരവരുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ അവരുടെ കൂടെ ഉള്ളത് അവരുടെ ബ്രദർ ആയിരിക്കാം, അതേപോലെ അവരുടെ ലവർ ആയിരിക്കാം, ആരും ആയിക്കോട്ടെ. പക്ഷെ ഇതെങ്ങനെയാണ് ബാക്കിയുള്ളവരെ ബാധിക്കണതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം നമ്മളെ ബാധിക്കാത്തടത്തോളം കാലം നമ്മൾ എന്തിനാണ് അതിനകത്ത് കയറി വെറുതെ തലയിട്ടിട്ട് അവരെയൊക്കെ ഇതിനകത്തേക്ക്, അതായത് അവരുടെ എക്സും, ഈ എക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു കഴിഞ്ഞ കാലമാണ്. ഇപ്പം ഇവരുടെ കാര്യത്തിനകത്ത് പറയുകയാണെങ്കിൽ സഞ്ജു ആണ് ഇവരുടെ എക്സ്. അപ്പോൾ അവരെയൊക്കെ എന്തിനാണ് ഇതിനകത്തേക്ക് വലിച്ചിട്ട് മൊത്തം കൂട്ടിക്കുഴച്ചിട്ട് വായിക്കണത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. അപ്പോൾ ഈ ഒരു നീതുവിൻ്റെ കേസിനകത്ത് നോക്കണമെങ്കിൽ പുള്ളിക്കാരിയുടെ ബ്രദറായിട്ടാണ് നിന്നത്. ബ്രദറായിട്ട് നിൽക്കുമ്പോൾ പോലും അതിനെയും ഒരു ലവറായിട്ട് സങ്കല്പിച്ചിട്ട് അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ട്, നിനക്ക് ഇപ്പോഴേ, അതായത് ഒരെണ്ണം പോയപ്പോൾ തന്നെ നിനക്ക് വേറെ ആളെ കിട്ടി, അവനും വേറെ ആളെ കിട്ടി, അപ്പോൾ എന്താണിത്, ഞങ്ങളൊക്കെ പൊട്ടന്മാരാണോ എന്നുള്ള രീതിക്കൊക്കെ കമൻറ്റ് ഇടുമ്പോഴത്തേക്കും നിനക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേടെ, നിൻ്റെ വീട്ടിലേക്ക് കാര്യം നോക്കിയിരുന്നാൽ പോരെ എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പിന്നെ ഇതൊരു വിഷയമായിട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് സംസാരിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടല്ല. ഇഷ്ടംപോലെ ട്രോള് എന്തിനാണോ എന്തോ. എൻ്റെ ഒരു എക്സ് സഞ്ജു,
അവൻ ഏതൊരു ഗേളായിട്ട് എന്തോ റീൽസ് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പുള്ളിയുടെ കാര്യം, പുള്ളിയുടെ പേഴ്സണൽ ലൈഫ്, അവരെന്താണെന്ന് വെച്ചാൽ അവരായി അവരുടെ പാടായി. അതിൽ പിന്നെ എന്നെ കൊണ്ട് അതിൻ്റെ ഇടയിൽ എന്നെ കയറ്റേണ്ട ആവശ്യമില്ല. ഞാൻ പാസ്റ്റാണ്. ഓക്കെ, അവർ പറഞ്ഞല്ല കാര്യം, അവരുടെ ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാസ്റ്റ് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിന് അത് പല പല റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ചിലപ്പോൾ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹമില്ലാത്ത ഒരു സമയം വരുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. അപ്പോഴും ആ ഒരു പഴയ റിലേഷൻ ഇവിടേക്ക് വലിച്ചിട്ടിട്ട് നമ്മൾ പുതിയ നമ്മുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിലേക്ക് അതിനെയും കൂടെ കുത്തിക്കയറ്റേണ്ട ആവശ്യം എന്താണ്? ഈ കമന്റ് ഇടുന്നവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഇപ്പൊ സഞ്ജുവിനെ ആണെങ്കിലും ഇപ്പൊ സഞ്ജുവിൻ്റെ ഒക്കെ ഒരുപാട് ഫാൻസ് ഉണ്ടാവും. സഞ്ജുവിന്റെ വീഡിയോയിൽ കൂടെയാണ് നമ്മുടെ ഈ നീതുവിനെ എല്ലാവരും അറിഞ്ഞേക്കണത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നീതുവിനെ ഒരുപാട് പേര് സൈബർ അറ്റാക്ക് ചെയ്യാനും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ വരും. ശരിക്കും ഇതൊക്കെ വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സാധനം, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള തിങ്സ് ആണ്. അതൊക്കെ കൊണ്ടുവന്ന് ഈ പബ്ലിക്കിനകത്ത് ഇടുന്നതാണ് ഈ ഒരു മെയിൻ ആയിട്ടുള്ള വിഷയം. ഇപ്പൊ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ലൈഫിനകത്തുള്ള എല്ലാ കാര്യങ്ങളാണ് അവർ വന്നിട്ട് പബ്ലിക്കിനെ കാട്ടാറ്. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ്, ലവ്, അതേപോലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഈ പബ്ലിക്കിനെ കാട്ടാണ്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു സൈഡ്. കാര്യം അത് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിലേഷന് ഇനി ഭാവിയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് പിന്നെ ഈ പബ്ലിക് അതിനകത്ത് കയറി ഇടപെടും. ഇപ്പം നമ്മൾ സഞ്ജുവിൻ്റെ കേസിനകത്താണെങ്കിലും നീതൂസിൻ്റെ കേസിനകത്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. കാര്യം ഇവരുടെ റിലേഷൻ പബ്ലിക്കിനകത്ത് വന്ന് പറഞ്ഞു, പിന്നെ ഇവരൊരു ബ്രേക്കപ്പ് ആവേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്കും പബ്ലിക് കയറി ഇവരെ രണ്ടുപേരുടെ ലൈഫിനകത്ത് കയറി ഇടപെടാൻ തുടങ്ങി. കാര്യം അതങ്ങനെയാണ്. കാര്യം ഇവർ തന്നെയാണ് അത് കാണിക്കാനായിട്ടൊരു കാരണമായേക്കുന്നത്. ഇവർ രണ്ടുപേരും തന്നെ ഈക്വലി റെസ്പോൺസിബിൾ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം ഇപ്പൊ സഞ്ജു ആണെങ്കിൽ ഇവരെ എടുത്ത് കാണിക്കാൻ നിന്നപ്പോഴത്തേക്ക് ഇതിന്റെയും കൂടെ അനുവാദത്തോടെയുള്ള പുള്ളിക്കാരിയുടെ അത് കാണിച്ചത്. ഇപ്പൊ എത്രത്തോളം അത് ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും എവിടെയും പോവില്ല. കാര്യം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയനകത്ത് എന്തെങ്കിലും ഒരു സാധനം പോസ്റ്റ് ചെയ്താലും അത് എവിടെയും പോവില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങളുടെ മീൻസ് പാസ്റ്റ് റിലേഷൻ അതിൻ്റെ കുറേ വീഡിയോസ് ഇപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്. കുറച്ച് റീൽസ് ആണെങ്കിലും വീഡിയോസിൽ നിന്ന് കട്ട് ചെയ്ത പാർട്സ് ആണെങ്കിലും അതിപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊക്കെ ഈ കുത്തിപ്പൊക്കി അതെടുത്ത് പിന്നെ വീഡിയോ ഉണ്ടാക്കുന്നതൊക്കെ എന്തിൻ്റെ ഇതാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും വഴിക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ പണ്ടത്തെ റീൽസും പണ്ടത്തെ കാര്യങ്ങളും പണ്ടത്തെ വീഡിയോയും ഒക്കെ എടുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഭയങ്കര ഒരു മോശം പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ കുറച്ച് പേർക്കൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടൊന്നും അവർ മെസ്സേജ് സീൻ ചെയ്യണില്ല. ബാക്കി എല്ലാത്തിനും അവർ ആക്റ്റീവാണ്. അപ്പം അതൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്താൽ അത്രയും നല്ലത്. ഞങ്ങൾ രണ്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീഡിയോസും ഞങ്ങളുടെ കുറച്ച് ഇപ്പോൾ ഭയങ്കര പേഴ്സണൊന്നും അല്ല, എന്നാലും ഞങ്ങളുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇപ്പോഴും കിടന്ന് കറങ്ങുന്നുണ്ട്. അതൊക്കെ ഒന്ന് പറ്റിയാലൊന്ന് റിമൂവ് ചെയ്തേക്കിട്ടാൽ. ഓക്കെ, അപ്പൊ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് സമയത്തൊക്കെ ഇവരെടുത്ത പല വീഡിയോകളാണെങ്കിലും റീലുകളാണെങ്കിലും അതൊക്കെ ഇപ്പോഴും ആൾക്കാരെടുത്തിട്ട് റീപോസ്റ്റ് ചെയ്യണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, നമ്മൾ റിലേഷൻഷിപ്പിനകത്ത് ഇരിക്കുമ്പോഴേക്കെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ആ സമയത്ത് നമുക്ക് പലതും തോന്നും. കാര്യം ഈ ഇപ്പം അതിന്റെ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് പബ്ലിക്ക് കാണിക്കാനൊക്കെ തോന്നും. പക്ഷെ അങ്ങനെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കോൺസിക്വൻസുകൾ അനുഭവിക്കാനും നമ്മൾ റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ പണിക്ക് നിൽക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവരുടെ കേസിനകത്ത് സംഭവിച്ചേക്കണതെന്ന് പറഞ്ഞ് ഇവരത് ആ ഒരു സമയത്ത് എടുത്ത് ഈ പബ്ലിക്കിനെ കാണിച്ചു. പക്ഷെ ഇപ്പൊ അവർക്കൊരു സ്റ്റേജ് വന്നപ്പോഴത്തേക്കും അത് ഇനി പബ്ലിക്കിൽ വേണ്ട എന്നൊരാഗ്രഹം ഇവർക്ക് വന്നപ്പോഴത്തേക്കും അതിന് ഇവർക്ക് പറ്റാത്തൊരവസ്ഥ വന്നു. കാര്യം അത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. കാര്യം ആ ഒരു പ്രാവശ്യം അവർ ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അത് പിന്നെയും പോസ്റ്റ് ആയിക്കൊണ്ട് അതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇവർ പറഞ്ഞ പോലെ തന്നെ അത് മാക്സിമം ഇനി പോസ്റ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കാര്യം അത് കഴിഞ്ഞ ചാപ്റ്ററാണ്, കഴിഞ്ഞ ചാപ്റ്റർ വിടാൻ ശ്രമിക്കുക. പക്ഷെ നമുക്ക് പറയാൻ മാത്രം പറ്റുള്ളൂ. കാര്യം എത്ര പേരത് അനുസരിക്കുന്നോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല. കാര്യം എല്ലാവരുടെ കയ്യിലാണ്. പിന്നെ സഞ്ജുവിന്റെ ഒരു റിലേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളി അടുത്ത റിലേഷനകത്തേക്ക് പോയതിനൊന്നും എനിക്കും അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. കാര്യം പുള്ളിയുടെ ലൈഫ്, പുള്ളിയുടെ റിലേഷൻ, പുള്ളിയുടെ ജീവിതം. അപ്പൊ പുള്ളി എന്താന്ന് വെച്ചാൽ അവിടെ കാണിച്ചോട്ടെ. പക്ഷേ അത് വന്ന് പബ്ലിക്കിനെ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന് കാണിച്ചതിനകത്താണ് എനിക്ക് വിഷയമുള്ളത്. അല്ലാണ്ട് വേറെ എനിക്ക് അവരുടെ ലൈഫിനകത്ത് കയറി ഞാനങ്ങനെ വേറെ അഭിപ്രായം പറയാനൊന്നും ഞാൻ പോകില്ല. അപ്പൊ അവരുടെ ലൈഫ് എന്താന്ന് വെച്ചാൽ അവർ അങ്ങനെ പോട്ടെ, നീതുവിന്റെ ലൈഫായിട്ട് നീതു മുമ്പോട്ട് പോട്ടെ. ഇവരെ ആരെയും തമ്മിൽ ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇവരെ രണ്ടും കൂടെ മിക്സ് ചെയ്യേണ്ടതോ ഒന്നും ആവശ്യമില്ല. എല്ലാവരും അവരവരുടെ ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് അത്ര തന്നെ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ല ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.